അക്കൗണ്ടന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാൻ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയാം. അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയിൽ കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടുത്, എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. രക്ഷപ്പെട്ട് കട്ടി പോട്ടിருக்க. കുത്തുന്നതിന് മുമ്പ് ചത്തോ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കാറിന്റെ ഓണടി അല്ലേ ഞാൻ കേട്ടത്? അത് ഇനി ആനയുടെ ചിഹ്നം വിളിയാവോ? വേണ്ട. എന്താ പൗലോച്ചാ? പൗലോസേട്ടാ എന്തു പറ്റി? പൗലോസേട്ടാ എന്താ? പൗലോച്ചാ അവിടെ ഒരു ഇവിടെ ഇങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അയച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശ് മരിച്ചു കിടന്ന് ഉറങ്ങണോ മാപ്പിളെ? എന്താണോ? ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയിട്ടില്ല. ഈ തോക്കിലുണ്ടിണ്ട. എന്തിനാ? എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ? കർത്താവേ, എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവട്ടെ. അപ്പോ പറഞ്ഞില്ല കേട്ടില്ലാന്ന് വേണ്ട. ആ റപ്പായി എങ്ങാനും ജോലി വന്നോ?
ചതിച്ചല്ലടാ ചവിയേ. ഞാൻ ഇനി എന്തുട്ടടാ ചെയ്യാ? കപ്പ്യാജ് വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടോ. ഇപ്പൊ എന്തായി? ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞിട്ട് എന്താ? ഭ്രാന്ത അവന്, തീറ്റ ഭ്രാന്ത. അടങ്ങി കിടക്കണ്ട താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങി കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്ന് അനുഗ്രഹിക്കണേ. ആ ജോർജ് കുട്ടിയെ, നിന്റെ ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാന്നേ. അല്ല, ഏർപ്പായിട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടാ? അതില്ല. അച്ഛന്റെ പൊട്ടും മട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പൊ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ? അല്ല, ഇന്ന് എന്തിട്ട് ഏർപ്പാട്ട പരിപാടി? പതിവ് ജോലി തന്നെ. നമ്മുടെ CI പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ കറണ്ടും കാശ് അടക്കണം. പിന്നെ നിന്റെ മാളിലെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാട്ടാ. അപ്പൊ അതിന്റെ കാശും രാവുണ്ണേട്ടാ, എന്താ മുഖത്തൊരു വൈക്ലഭ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണേട്ടൻ നാരായണിയോട് വിട്ടിട്ടില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയേച്ചോട് തന്നെയാ. അയ്യോ, അമ്മേ. കാലത്തന്നെ എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോണു. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. പോടാ കണ്ടുപിടിക്കാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്താ സാർ കുഞ്ഞേ? ഒന്നുമില്ല അറപ്പായേട്ടാ. ഹായ്, രാഹുലിനേട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പയ്യേ? അത് മനസ്സിലായി. നാരായണേച്ചേ, അല്ലറപ്പയ്യേ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലോടുത്തു. അത് കലക്കി. ഇതും കലക്കി. അല്ല, നിനക്കൊരു ചായ അടിക്കട്ടെ? കട്ടൻ. കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം. രാമു, ആ കട നടത്തുന്ന നാരായണിയുടെ ഒരേ ഒരു മോൻ, എന്റെ പേര് ശവം. അച്ഛാ, രാമു. എന്തുണ്ട് വിശേഷം? എന്റെ കൃഷ്ണ, ഈ മൂത്രമൊഴിക്കില്ല എന്തോ പന്തികേടുണ്ടല്ലോ. റപ്പായേ, മൂത്രമൊഴിച്ച് കഴിഞ്ഞില്ലേ? നിനക്കിതാ കട്ടനെടുത്ത് വെച്ചേക്കാം. ആരായെ കിട്ടുവോ? മാറി. എനിക്ക് എത്ര പേരാണ്? ശവം, നാറി. അപ്പൊ രാമു ആരാ? അത് കേശു ഞങ്ങൾ കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്നാ സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി. ഓടിയെത്തും തോമാ. ഈശ്വരാ, ചതിച്ചല്ലോ. അയ്യോ, എന്താ പറ്റി കേശുട്ടാ? ചട്ടന് വെച്ചത് പൊട്ടം കൊണ്ടുപോയി. റെപ്പായുടെ അടുത്ത് ആ കേശുവിന്റെ കളി.